നമസ്കാരം. ഇന്നത്തെ മാനസികാരോഗ്യം എന്നുള്ള വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന ഡോക്ടർ ബ്രെൽവിയാണ്. ഇദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിൽ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുകയാണ്. ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 2 വർഷത്തിലേറെയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് കൂടിയാണ്. അപ്പോൾ ഡോക്ടർക്ക് ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മോട് പങ്കുവയ്ക്കാനുള്ളതെന്ന് ആദ്യം അറിയാം. ഡോക്ടർ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് OCD കുറിച്ച് സംസാരിക്കാം അല്ലേ ഡോക്ടറെ? അതിന് മുമ്പൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്? ഒരുപാടൊന്നും കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ എന്താണ് അതൊന്ന് വിശദീകരിക്കാം. നമുക്കറിയാമല്ലോ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആ വാക്കിൽ തന്നെ ഉണ്ടത്. നമ്മളുടെ പേഴ്സണാലിറ്റി മാറ്റാം, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തെല്ലാം ട്രാൻസ്ഫോർമേഷൻസ് വരുത്താം. അവനവൻ്റെ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ കഴിവുകളെ കണ്ടെത്തിയിട്ട് അതിനെ എങ്ങനെ നമ്മൾ അൺലീഷ് യുവർ പൊട്ടൻഷ്യൽ എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ അവനവൻ്റെ പൊട്ടൻഷ്യലിനെ എങ്ങനെ അൺലീഷ് ചെയ്യാം, എങ്ങനെ ആ കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു കോച്ച് ചെയ്യുന്ന പോലെ നമുക്ക് അവരെ സഹായിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അത്തരം കാര്യം ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ കഴിവുകളെ ഉണർത്താൻ, അതെ, കഴിവുകൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനെ തിരിച്ചറിയിപ്പിക്കുക, പിന്നെ അതിനെ വേണ്ട രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ ഡോക്ടർ? OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. എന്താണ് ഡോക്ടർ ഈ ഒരു OCD എന്നതുകൊണ്ട്? അതിൻ്റെ ഇപ്പം നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പക്ഷേ എന്താണ് അതിൻ്റെ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റാറില്ല പലപ്പോഴും. അപ്പോൾ എന്താണ് OCD? സാധാരണ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പൊതുവിൽ ജനങ്ങൾക്കിടയിൽ അറിയുന്നൊരു കാര്യമാണ് തോന്നുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് ഒബ്സഷൻ, കമ്പൽഷൻ. അതൊരു ഡിസോർഡറായിട്ട് മാറുന്നു. ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ മനസ്സെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണ്? എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ചിന്തകൾ നമ്മൾ ചില പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ കമ്പൽ ചെയ്യും. അതാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറായിട്ട് മാറുന്നത്. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനകത്ത് പലപ്പോഴും വരുന്ന എല്ലാ ആളുകളും തന്നെ ഉടനെ അവരുടെ മനസ്സിൽ വരുന്നത് ഹാൻഡ് വാഷിംഗ് ആയിരിക്കുള്ളൂ അല്ലേ, ക്ലെൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അണുക്കൾ എൻ്റെ ശരീരത്തിനകത്തേക്ക് മുഴുവനും സ്പ്രെഡ് ചെയ്യുന്ന, അസുഖം ഉണ്ടാക്കും എന്നുള്ളൊരു പേടി മുഖാന്തരം അവരെന്ത് ചെയ്യും? ആ ചിന്തകൾ ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാതിരിക്കാൻ പറ്റില്ല? കഴുകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചിന്തകൾ ഉണ്ടാക്കുന്ന ആങ്സൈറ്റി, ആ ഉത്കണ്ഠ ഒഴിവാക്കാൻ വേണ്ടി അവർ ഈ പ്രവൃത്തി ചെയ്യണം. കൈ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കത് തൃപ്തിയാകില്ല. ഇനി വാഷ് ചെയ്ത് തൃപ്തിയായ രീതിയിൽ ഒരുവിധം തൃപ്തിയാക്കിയതിന് ശേഷം അവർ വീണ്ടും വന്നിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് തോന്നും, ഞാൻ വാഷ് ചെയ്തപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും അഴുക്കായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചപ്പോഴേക്കും ആ ഹാൻഡിൽ നിന്ന് വീണ്ടും അണുക്കൾ എൻ്റെ കൈ കയറിയിട്ടുണ്ടെങ്കിലോ, ഈ ചിന്തകൾ വീണ്ടും അവരെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ആ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ കൈകൾ കഴുകിക്കൊണ്ടേയിരിക്കും. എനിക്കറിയാവുന്ന കേസുകളിൽ ഈ കൈകൾ കഴുകി അവസാനം ഈ സ്കിൻ പൊളിഞ്ഞു പോകുന്ന അവസ്ഥ എത്തുന്ന ആൾക്കാരുണ്ട്. സോപ്പ് ഉപയോഗിച്ച് കൂടുതൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അതാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. വേറെ ചില ആളുകൾ കൗണ്ടിങ് ഉണ്ട്. എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7 സ്റ്റെപ്പ് കൗണ്ട് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അനന്തരം എന്ന് പറയുന്ന പഴയ ഒരു സിനിമയിൽ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ എണ്ണുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയാൽ പിന്നെ ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യണം. അത് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ല. ആ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റില്ല. കുളിക്കാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്ന് കുളിക്കും. അതായത് നമ്മളുടെ ഒരു ചിന്തയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു കൗണ്ടിങ് ഉണ്ട്, പിന്നെ ചെക്കിങ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നൊരു ഇതാണ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഗ്യാസ് ഓഫ് ചെയ്തോ സംശയം വരും. അത് 1 പ്രാവശ്യം 2 പ്രാവശ്യം സംശയം വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ 1 മണിക്കൂറിൽ പല പ്രാവശ്യം ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ളത് എഴുന്നേറ്റ് പോയി നോക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴാണ് അതൊരു രോഗാവസ്ഥയായിട്ട് വരുന്നത്. അത് അവനവന് തന്നെയും ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചുളിവ് പോലും പാടില്ല. എനിക്കറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ വസ്ത്രമൊക്കെ അറേഞ്ച് ചെയ്ത് അലമാരിയിൽ വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഷോറൂമിൽ പോലും അത്രയും, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോലും അത്രയും ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതിലൊരു ചുളിവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു, അവരായിരിക്കും ചില സാധനങ്ങൾ സ്ഥാനം മാറിയിരിക്കുമ്പോൾ ബഹളം വെക്കുന്നവർ. അവർക്കത് പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്നൊരു സംശയം, ഇത്തരം OCD ട്രെയ്റ്റ്സ് എല്ലാവർക്കും ഉണ്ടാവില്ലെന്ന്.
ചില ട്രേറ്റ്സ് ഒക്കെ പല ആളുകളിലൊക്കെ ഉണ്ടാവും. ട്രേറ്റ്സ് ആണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ഘടകങ്ങൾ മാത്രം. ഇപ്പോൾ അത് വലിയ രോഗാവസ്ഥയിലേക്കൊന്നും വരില്ല. ഇതിനെ നമ്മൾ വേറൊരു OCD റിച്വൽസ് എന്ന് പറയാറുണ്ട്. റിച്വൽസ് പോലെയാണ് അവർക്ക്, ഒരു അനുഷ്ഠാനം പോലെ വേണം. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ കുളിക്കണം, ഇത്ര കപ്പ് വെള്ളം ഒഴിക്കണം. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അത് ചെയ്തില്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. ആ ചിന്തകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ പ്രവൃത്തി അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ ഡോക്ടർ. ഇതാണ് OCD എന്ന് പറയുന്നത്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ.